ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആൻഷി ചന്ദ്ര. എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷം? അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തിനെ പറ്റിയിട്ടാണല്ലേ? ഇപ്പോൾ ഈവനിങ് ഒരു 6:30 അപ്പോൾ ഞാൻ എൻ്റെ ഈവനിങ് റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കയ്യിൽ ഹെൽമെറ്റൊക്കെ ഉണ്ട്. അപ്പം ഏകദേശം നിങ്ങൾക്ക് പിടിയിട്ടുണ്ടാവും. യെസ്, സൈക്കിൾ റൈഡിങ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെയിലി ഞാൻ പോവാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂട്ടിയിട്ട് ഞാൻ എൻ്റെ ഈവനിങ് റുട്ടീൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് സീ എവിടെയാണ് നമുക്ക് പോകുന്നതെന്ന് കാണിച്ചു തരാം. എൻ്റെ ഈ റൈഡിൻ്റെ ഒപ്പം കൂടെ ആരൊക്കെ വരുന്നതെന്ന് കാണണ്ടേ നിങ്ങൾക്ക്? കാണിച്ചു തരാം. ഹലോ ഗായ്സ്, ഇതാണ് എൻ്റെ സന്തത സഹചാരി ഇംബോച്ച്. എൻ്റെ മുന്നേയുള്ള വ്ളോഗ് കണ്ടിട്ടുള്ളവർക്കും പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർക്കും അറിയാം. ഹായ് മോനിഷ. അങ്ങനെയല്ല ഞാൻ വിളിക്കാറ്, ഹായ് ഏട്ടത്തിന്നാ. അപ്പൊ പേര് പരിചയപ്പെടുത്തി തന്നതാണ് മോനിഷ. ഇത് എയ്തൻ ഇംബ്രൂസ് എന്നാ ഞാൻ വിളിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ എവിടെയാ പോന്നെ ഇംബ്രൂ? ഫോൺ പാർക്കിലാ പോന്നേ. പക്ഷെ ഇപ്പൊ എവിടെയാ പോന്നെ നമ്മള്? ഈ താഴോട്ടേക്ക് ബേസ്മെന്റിൽ എന്തിനാ പോന്നേ? ഓൾ സെറ്റ്. അപ്പൊ ഇത് ഇംബ്രൂവിന്റെ വണ്ടിയാണ്. ഇമ്പു അതെന്ത് കേറിയേ? ഇതൊക്കെ സിമ്പിളാ. വന്നപ്പോ ചെറിയ പേടി ഉണ്ടായിരുന്നു. അതെയാ? മെല്ലനെ പോണേ ഏട്ടത്തി. ഇവിടുത്തെ ഈ കാലാവസ്ഥനെ പറ്റിട്ട് രണ്ടുപേരും പറയാൻ തോന്നുന്നുണ്ടാ? ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഭയങ്കര ചൂടാ, ഭയങ്കര ഹ്യൂമിഡിറ്റി, കുമിർച്ച. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈവനിങ് റൂട്ടീൻ നമ്മൾ മുടക്കൂല. ഏട്ടത്തി വന്നതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം പാർക്കിൽ പോകും. അപ്പോൾ ഇപ്പോൾ ഇമ്പ്രൂവ് ഒരു കുറച്ചായി സൈക്കിള് വാങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നൈസായിട്ട് അതിൻ്റെ സീറ്റിൻ്റെ കുറച്ച് ഹൈറ്റൊക്കെ പൊന്തിച്ച് ഞാൻ ഓടിക്കും. അപ്പോൾ ഇമ്പ്രൂവ് ആണ് ഇവിടുന്ന് അടുത്തം വരെ എത്തിക്കുക. അതാണ് അവൻ്റെ ഇഷ്ടം. പിന്നെ അവനൊരു റൗണ്ടെല്ലാം ഓടിച്ച് കഴിഞ്ഞ് പിന്നെ മടുക്കും, അവിടെ സൈഡാക്കും. അപ്പം ഞാനൊരു 3-4 റൗണ്ടൊക്കെ ഓടിച്ച് ഇങ്ങനെ തിരിച്ചു വരുന്നല്ല പതിവ്. ഇന്ന് കുറച്ച് ലേറ്റ് ആയല്ലേ? പക്ഷേ ഭയങ്കര ചൂടാണ് ഈ ടൈമിൽ. അപ്പോൾ ഇനി നമുക്ക് സ്ഥലം കാണിച്ചു തരാം. തണുപ്പുണ്ടാവും അല്ലേ? അപ്പോൾ ഏട്ടത്തി കറക്റ്റ് എപ്പോഴും വരുന്നത് ഈ ചൂടുള്ള ടൈമിലാണ് ഈ ദുബായിൽ എത്താറല്ലേ? അപ്പോൾ ഇനി സെപ്റ്റംബർ അല്ല ഒക്ടോബർ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പ് വരുന്ന ടൈമായിരിക്കും. അന്നേരം ഉണ്ടാവുമോ? ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ടാവും. ഇപ്രാവശ്യം എന്തായാലും ഇമ്പ്രൂവ് ഇവിടെ സ്കൂളിംഗ് നടത്തുന്നതുകൊണ്ട് എന്തായിട്ടും ഉണ്ടാകും. അപ്പം നമ്മൾക്ക് ഇനി പാർക്ക് കാണിച്ചു തരാം. ഇതാണ് അൽനാദ ഫോൺ പാർക്ക്. അപ്പം ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടുത്തെ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട്, സൈക്ലിംഗ് സ്ട്രീറ്റ് ഉണ്ട്. സൈക്ലിംഗ് തന്നെ പ്രത്യേകിച്ചിട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ ഏതൊക്കെ പാടുള്ളൂ എന്നൊക്കെ. പിന്നെ നല്ല ഒരു കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് ഉണ്ട്. ഇതാണ് ചിൽഡ്രൻസ് പ്ലേ ഗ്രൗണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അവർ. എന്തൊക്കെ ഐറ്റംസ്, ഒന്ന് സ്വിങ് ഉണ്ട്, സീസോ ഉണ്ട്, പിന്നെന്താ ഉള്ളത് ഏട്ടത്തി? എന്തൊക്കെയാ ഉള്ളത്? അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ആ ഒരു സംഭവത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പച്ചേൻ്റെ പേര് അതും എനിക്കറിയില്ല. അതെയല്ലേ? ഇതാണ് നമ്മുടെ ഫോൺ പാർക്ക്. ഇതാ അതിന്റെ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കുന്ന ഏട്ടത്തി. അങ്ങ് വരെ ഉണ്ടല്ലേ? അത് പിന്നെ ഇവിടെ 2 ഫൗണ്ടൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അത് ഇന്ന് കാണുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഫോൺ പാർക്ക്. അപ്പൊ ഇതിന് ചുറ്റും ഞാനിപ്പം വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. ചെറുപ്പത്തിൽ സൈക്കിൾ പഠിച്ച ഭാഗ്യം.
യെസ്, ഇനി ഞാനാണ്. ഇനി ഇംപ്രൂവ് ഫുട്ബോളിന്റെ പിന്നാലെയാണ്. ഓ ഓടി തറന്നു പോവോ? ചിലപ്പോ ഹലോ കണ്ണ പൂച്ചേ. ബാക്ക്ഗ്രൗണ്ടിൽ ഇമ്രൂവിൻ്റെ ശ്വാസം കേട്ടാൽ തന്നെ അറിയും മൂപ്പർ ഏകദേശം സൈഡായിന്ന്. അപ്പം ഞാൻ നൈസായിട്ട് അവൻ്റെ അടുത്ത് നിന്ന് ട്രൈപോഡ് സ്റ്റാൻഡും ക്യാമറയും വാങ്ങി ഞാൻ ഇങ്ങനെ ഓടിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ കാണിച്ചു തരാം ചുറ്റിലുള്ളത്. അവൻ്റെ വാശിയായിരുന്നേ, അവനും വരാമെന്ന് പറഞ്ഞു. ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ തന്നെ അവൻ പറഞ്ഞു ആച്ചി ഞാൻ സൈഡായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു പോണ്ട് പാർക്ക് ഏകദേശം ഒരു 1500 മീറ്ററാണ് ഉള്ളത് ഡിസ്റ്റൻസും. അപ്പം ഇതിൻ്റെ ചുറ്റിലൂടെ പോകുമ്പോൾ പല പല കാഴ്ചകൾ കാണാൻ പറ്റും. ആളുകളുടെ ഓരോ പ്രവൃത്തികളാണ് ഞാൻ പറയുന്നത്. ചിലരുണ്ടാവും വാക്കിംഗ് ചെയ്യുന്നത്, ചിലർ ജോഗിങ് ചെയ്യുന്നുണ്ടാകും, ചിലർ സൈക്ലിംഗ് ചെയ്യുന്നുണ്ടാകും എന്നെപ്പോലെ. ചിലർ കൂട്ടമായിട്ട് സൈഡിൽ നിന്ന് യോഗ ചെയ്യുന്നുണ്ടാവും, ചിലർ സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും, കുട്ടികളൊപ്പം കളിക്കുന്നുണ്ടാവും. ഇതുപോലെ പാർക്കിൽ സൈഡിൽ വന്നിരുന്ന് കാഴ്ചകൾ ആസ്വദിച്ച് അല്ലെങ്കിൽ ആ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നവരായിരിക്കും. എന്നിരുന്നാലും എനിക്ക് ഒരു നല്ലൊരു വൈബാണ്. ഞാൻ ഇപ്പോൾ അടുത്താണ് ഈ ഒരു അൽനാദയിലേക്ക് മാറിയത്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഉണ്ടായിരുന്നത് സിലിക്കൺ ഒയാസിസിലാണ്. അവിടെ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യത്തെ കുറച്ച് പ്രാവശ്യമേ പോയിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ഒറ്റയ്ക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കൂട്ടായിട്ട് എൻ്റെ ഏട്ടത്തിയും ഇമ്പ്രൂവിനെയും കിട്ടി. അപ്പം അവരെപ്പോഴും ഉണ്ടാകുമ്പോൾ നമുക്ക് കുട്ടികളും അല്ലെങ്കിൽ വർത്തമാനം പറയുന്ന ഏട്ടത്തിയും എല്ലാം ഉണ്ടാകുന്ന സമയത്ത് പിന്നെ ഇടയ്ക്ക് പൊന്നും വരും. അങ്ങനെ ഇവരെല്ലാം ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യുക, നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് സമയം പോകുന്നത് തിരിയൂല. ആദ്യം നടക്കലായിരുന്നു, പിന്നെ ഇമ്പ്രൂവ് സൈക്കിൾ വാങ്ങിയതിന് ശേഷം നമ്മൾ സൈക്ലിംഗ് ആയി പരിപാടി. സൈക്ലിംഗ് ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇന്നലെ ഏട്ടത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാ നിന്നെ സൈക്കിൾ പഠിപ്പിച്ചത്. ആരാ പഠിപ്പിച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. ഏട്ടൻ്റെ അടുത്തും ഏച്ചീൻ്റെ അടുത്തും സൈക്കിൾ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ അടുത്ത് ഹെർക്കുലിസും ഏച്ചീൻ്റെ അടുത്ത് ലേഡി ബേർഡും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ലേഡി ബേർഡിൽ ഈസിയാണല്ലോ, പെൺകുട്ടികളെ സൈക്കിളിൽ ഈസിയാണല്ലോ പഠിക്കുക. പക്ഷെ ഞാൻ അധികം യൂസ് ചെയ്യുക ഹെർക്കുലിസ്. ഏട്ടൻ്റെ ആ ഒരു സൈക്കിൾ എടുക്കുമ്പോൾ ഉള്ളൊരു സുഖം എത്ര വീണെന്ന് എനിക്കറിയില്ല, എത്ര എൻ്റെ മുട്ട് ആ ചരളുമായിട്ട് ഉമ്മ വെച്ചെന്നും അറിയില്ല. പൊട്ടിയിട്ടുണ്ടാവും. ഞാൻ മിണ്ടാണ്ട് നിൽക്കും, കാരണം അമ്മ പിന്നെ സൈക്കിൾ എടുക്കാൻ വിടില്ലല്ലോ, സൈക്കിൾ അപ്പാടും തന്നെ എടുത്ത് മാറ്റി വെച്ചാലോ. അങ്ങനെ സൈക്കിളെല്ലാം എടുത്ത് മൊത്തം ഇങ്ങനെ ചുറ്റിക്കറങ്ങും. സൈക്കിൾ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. ആ ഒരു സൈക്കിളിൻ്റെ ബലത്തിലാണ്, ബാലൻസിലാണ് ടൂ വീലറും അതുപോലെ തന്നെ അത്ര അങ്ങനെ ആരും പഠിപ്പിച്ചതെന്നല്ല. എൻ്റെ അമ്മേൻ്റെ അനിയത്തീൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ടൂ വീലർ. അപ്പോൾ അവർ വീട്ടിൽ വരുമ്പോൾ ഇതുപോലെ തന്നെ അവരുടെ ചാവി കയ്യിൽ നിന്ന് നൈസായിട്ട് വാങ്ങിയിട്ട് വീട്ടിൻ്റെ ചുറ്റും ഇങ്ങനെ മെല്ലനെ കാലും വെച്ച് ഓടിക്കലുണ്ടായിരുന്നു. അപ്പോൾ ദീദിയാന്ന് തോന്നുന്നു എന്നെ പഠിപ്പിച്ച്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ സൈക്ലിങ്ങും ഇതും ടൂ വീലറും കഴിഞ്ഞ് പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ബൈക്കായിരുന്നു. അപ്പോൾ ബൈക്ക് ഇതുപോലെ തന്നെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ അടുത്തു നിന്നൊക്കെ ഞാൻ പൾസറും ഒക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ ഉണ്ടായത്, ഞാൻ ബുള്ളറ്റ് ഞാൻ ഒരു ദിവസം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ബുള്ളറ്റ് നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് ഓടിക്കുന്നത്. അപ്പോൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ നിന്ന് ഓടിച്ച് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ചോദിച്ചു, എടാ ഞാൻ ഇത് പുറത്തേക്ക് വണ്ടി ഓടിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഇപ്പം മൂപ്പര് പറഞ്ഞാൽ ഓടിച്ചോ എന്ന് പറഞ്ഞാൽ. അപ്പം നൈസായി അവിടുന്ന് കയറിയതാണ്, നേരെ കൂത്തുപറമ്പിലേക്കാണ് വിട്ടത്. എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ അതെടുത്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതെടുത്ത് കുറച്ചങ്ങോട്ട് എടുത്തിടും ജസ്റ്റ് ഒരു ചെരിയുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ടുള്ള ഒരു ഇത് കാലെത്തുന്നില്ല, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം അതങ്ങ് ഓടിച്ച് കൂത്തുപറമ്പിലെത്തിയപ്പോൾ
ഞാൻ തന്നെയാണോ ഓടിച്ചത്, ഒരു 2-3 വട്ടം ഞാൻ ചിന്തിച്ചു, പഠിച്ചോനെ ഞാൻ തന്നെയാണ് ഓടിച്ചതല്ലേ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാണ്, പക്ഷെ 18 വയസ്സിൽ തന്നെ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് ഡ്രൈവിങ്, 2 വീലറും 4 വീലറും ഉണ്ടായിരുന്നു. പക്ഷെ 4 വീലർ അങ്ങനെ എടുക്കേണ്ട ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടില്ല. അപ്പോൾ 4 വീലർ ഞാനൊരു ഒരു 23-25 ആ ഒരു സമയത്ത് വീട്ടിൽ വാങ്ങിയ ടൈമിൽ സ്വിഫ്റ്റ് ആയിരുന്നു വാങ്ങി, സ്വിഫ്റ്റ് ഡിസയർ. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ കോളേജിലൊക്കെ പോകുമായിരുന്നു. കോളേജിൽ പോകുമ്പോൾ മാഹിയിലായിരുന്നു കോളേജ്. അപ്പോൾ അവിടെ ഒരു പള്ളൂരിലൊരു ജസ്റ്റ് അവിടുത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റും, പള്ളൂർ മാഹിയിലൊരു ചെറിയൊരു കയറ്റമുണ്ട്. ആ ഒരു കയറ്റത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കും അതൊരു ഇൻ്റർസെക്ഷനാണ്. അപ്പം ആ കയറ്റത്തിൽ നിന്ന് പോയാൽ തീർന്ന് നേരെ ബാക്കോട്ടേക്ക് വരും, എന്താ ചെയ്യാമെന്നറിയില്ല. പക്ഷെ ഞാൻ അവിടെ നിന്നും ഇതേപോലെ തന്നെ ഒറ്റക്കെടുത്ത്, എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ, പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്, അവിടെ നിന്ന് ഒറ്റക്കെടുത്ത് അത് മേലോട്ടേക്ക് മീൻസ് അത് കൊണ്ടുപോകുമ്പോൾ ഉള്ളൊരു ധൈര്യം, അപ്പോഴാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നത്. ഈ ഡ്രൈവിങ് പോലെ തന്നെ സംഭവങ്ങളൊക്കെ നമുക്ക് അറിയാമെന്നുള്ളത് ഭയങ്കര ഒരു രസകരവും, എന്താ പറയുക, പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, വേറെ ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ടല്ലോ എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ വരും. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ എവിടെ വന്നത്, നമ്മുടെ ദുബായിൽ വന്ന സമയത്ത് ഇത് എടുക്കാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും എടുത്തേ പറ്റൂ എന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ മുന്നേ ഇതേപോലെ തന്നെ പലരും ഇത് ജോയിൻ ചെയ്തിട്ട് കുറേ പൊട്ടി, സൈഡായി, കുറേ കാശ് പോകും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിട്ടിട്ടില്ല, ഞാനും ഇതുപോലെ തന്നെ ജോയിൻ ചെയ്ത ടൈമിൽ ആദ്യമൊക്കെ ഭയങ്കര ആവേശമായിരുന്നു, എല്ലാം ചെയ്യാൻ പറ്റി, ട്രെയിനിങ്ങൊക്കെ വേഗം കറക്റ്റായിട്ട് കഴിഞ്ഞു. പക്ഷേ ഇൻ ബിറ്റ്വീൻ അവിടെ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ പാർക്കിംഗ് വന്ന ടൈമിൽ അത് നമ്മൾ നാട്ടിൽ നിന്ന് ആ ഒരു ടൈമിൽ ഒട്ടും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് റിവേഴ്സ് പാർക്കിംഗ്, ആംഗിൾ പാർക്കിംഗ്, സ്ലോപ്പ്, എമർജൻസി, അതൊന്നും നമുക്ക് അങ്ങനെ അറിയുന്നില്ല. മീൻസ് നമ്മൾ യൂസ് ചെയ്യലുണ്ട്, പക്ഷേ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആകെ ഒരു H മാത്രമല്ലേ നമ്മൾ യൂസ് ചെയ്യലും. പിന്നെ ടെസ്റ്റ് ഡ്രൈവും നമുക്ക് തരും. പക്ഷേ ടെസ്റ്റ് ഡ്രൈവിലൊന്നും പൊട്ടിയിട്ടില്ല. ഈ പാർക്കിങ്ങിൽ ഞാനാണെങ്കിൽ പെട്ടോ എന്ന് പറഞ്ഞ് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നത്. വേറെ എന്തല്ല, ചെറിയൊരു സൈഡ് തട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഇല്ല, എന്തായാലും ഇത് നേടിയിട്ടേ പോകൂ എന്നുള്ളൊരു ആത്മവിശ്വാസത്തിൽ ഞാൻ കണ്ണുമൂട്ടി ഇറങ്ങി. പക്ഷെ കുറേ പ്രാവശ്യം പൊട്ടിയിട്ടുണ്ടായിരുന്നു പാർക്കിങ്ങിൽ. എന്താ പറയുക, സത്യം പറഞ്ഞാലും കുറേ പ്രാവശ്യം പൊട്ടി, പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുറേ പൊട്ടി. ലാസ്റ്റത്തെ ടെസ്റ്റ് ഡ്രൈവ് ഫൈനലിൽ തന്നെ ഒറ്റ പ്രാവശ്യം തന്നെ കയറി. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഡ്രൈവ് ചെയ്യാൻ അറിയാം. പക്ഷേ ഈ പാർക്കിംഗ്, ഈ റിവേഴ്സ് പാർക്കിംഗ്, ഇതൊക്കെ ഗാരേജ് പാർക്കിങ്ങൊക്കെ കുറച്ച് ടഫാണ്. പക്ഷേ നമുക്ക് എന്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്നുള്ളത് ഈ ഒരു ദുബായ് ടെസ്റ്റിലൂടെയാണ് എനിക്ക് കുറച്ചും കൂടി മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് ഓടിച്ച് കഴിഞ്ഞ് ഇതാ ഏട്ടത്തി ഇമ്പ്രൂവ് ഇവിടെ കാത്ത് നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ സൈക്കിൾ റൈഡ് ഇന്നത്തേക്ക് കഴിഞ്ഞിരിക്കാം. പിന്നെ ഇതൊക്കെയാണ് അടുത്ത ടാസ്ക് കിട്ടിയിട്ടുണ്ട്. ഇമ്പ്രൂവിൻ്റെ ഒപ്പം ഫുട്ബോൾ കളിക്കാൻ പോകുമെന്ന്. അപ്പോൾ നമ്മളെ സൈക്കിൾ റൈഡ് കഴിഞ്ഞു. ഇന്ന് നല്ല ചൂടായതുകൊണ്ട് 3 റൈഡാണ് ചെയ്തത്. 1500 മീറ്ററാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒരു റൗണ്ടിൻ്റെ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗുമായിട്ട് കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.